ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. ഇത് നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ ക്ലാസ് ആണ് കേട്ടോ. നമ്മുടെ 8th സോഷ്യൽ സയൻസ് ചാപ്റ്റർ 6 കണ്ടിന്യൂഷൻ ആട്ടോ. വിഭവ വിനിയോഗവും സുസ്ഥിരതയും. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിന്റെ അവസാന ഭാഗത്ത് നമ്മൾ ധാതു വിഭവങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മാപ്പ് ആയിരുന്നില്ലേ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതായത് ഓരോ ധാതുക്കളും അതുപോലെ തന്നെ ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് ആ ധാതുക്കളുടെ നിക്ഷേപങ്ങൾ ഉള്ളതെന്നാണ് നമ്മൾ ഈ കഴിഞ്ഞ ക്ലാസ്സിൽ ആ ഒരു ഭൂപടത്തിലൂടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ടേബിൾ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെന്താണ് ഇനി അടുത്ത് നോക്കാനുള്ളത്, ഇന്ത്യയിലെ ഉൽപാദന വ്യവസായങ്ങൾ എന്നുള്ള ഹെഡിങ് ആണ്. ധാതുക്കൾ എങ്ങനെയെല്ലാമാണ് മനുഷ്യന് ഉപയോഗപ്രദമാകുന്നതെന്ന് നമ്മൾ കണ്ടില്ലേ. പ്രകൃതിയിൽ രൂപപ്പെട്ടതും അതുപോലെ രാസ ഭൗതിക സവിശേഷതകളോട് കൂടിയതുമായിട്ടുള്ള ജൈവ അജൈവ പദാർത്ഥങ്ങളാണെന്ത് ധാതുക്കൾ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചില്ലേ. ഈ ധാതുക്കൾ ഭൂവൽക്കത്തിൽ കാണപ്പെടുന്നത് അയിരിന്റെ രൂപത്തിലാണ് അല്ലേ. അപ്പൊ ഈ ഒരു അയിരിന് വിവിധ സംസ്കരണ പ്രക്രിയയിലൂടെ ഒക്കെ ശുദ്ധീകരിച്ചിട്ട് മാത്രമാണ് പിന്നീട് നമുക്കത് ഉപയോഗപ്രദമാകുന്ന രീതിയിലേക്ക് മാറ്റുന്നത്. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്യപ്പെട്ടിട്ടുള്ള ഈ ധാതുക്കൾ ഇന്ത്യയിലെ ഉൽപാദന വ്യാവസായിക മേഖലയിൽ പ്രധാന പങ്കുവഹിക്കുന്നു. അപ്പം ഓരോ ധാതുക്കളുടെ നിക്ഷേപങ്ങളും ഓരോ സംസ്ഥാനങ്ങളിലാണ് അല്ലേ. അപ്പം ഇങ്ങനെ വിതരണം ചെയ്യപ്പെട്ടിട്ടുള്ള ഈ ധാതുക്കൾ ഇന്ത്യയിലെ ഉൽപാദന വ്യാവസായിക മേഖലയിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. എന്നാൽ വ്യത്യസ്ത സംസ്കരണ പ്രക്രിയകളിലൂടെ വേർതിരിച്ചെടുക്കുന്ന ഈ ധാതുക്കളാണ് വ്യവസായങ്ങളുടെ പ്രധാന അസംസ്കൃത വസ്തു. അപ്പം പറഞ്ഞിട്ടുള്ളത്, ഒരുപാട് അപദ്രവ്യങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ടാവില്ലേ ഈ ഒരു അയിരിൽ. നമുക്ക് പ്രകൃതിയിൽ നിന്നും നേരിട്ട് ലഭിക്കുമ്പോൾ ഈ ഒരു അപദ്രവ്യങ്ങളൊക്കെ നീക്കം ചെയ്യാൻ വ്യത്യസ്ത സംസ്കരണ പ്രക്രിയയിലൂടെയാണ് ഇത് ധാതുക്കളായിട്ട് വേർതിരിച്ചെടുക്കുന്നത്. ഇങ്ങനെ വേർതിരിച്ചെടുക്കുന്ന ധാതുക്കളാണ് വ്യവസായങ്ങളുടെ പ്രധാന അസംസ്കൃത വസ്തു. ഇവിടെ സൈഡിലായിട്ട് ഉൽപാദന വ്യവസായം എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. അസംസ്കൃത വസ്തുക്കൾ യന്ത്രങ്ങൾ ഉപയോഗിച്ച് പ്രാദേശികവും വിദൂരവുമായ വിപണികളിൽ വിൽക്കാൻ ഉയർന്ന മൂല്യമുള്ള ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണെന്ത് ഉൽപാദന വ്യവസായം എന്ന് പറഞ്ഞാൽ. അപ്പം പറഞ്ഞിട്ടുള്ളത്, അസംസ്കൃത വസ്തുക്കൾ യന്ത്രങ്ങൾ ഉപയോഗിച്ച് പ്രാദേശികവും വിദൂരവുമായ വിപണികളിൽ വിൽക്കാൻ ഉയർന്ന മൂല്യമുള്ള ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണെന്ത് ഉൽപാദന വ്യവസായം. അപ്പം അസംസ്കൃത വസ്തുക്കൾ എന്തൊക്കെയാണ്? ധാതുക്കളാണ് അല്ലേ. നമ്മൾ പ്രകൃതിയിൽ നിന്നും അപദ്രവ്യങ്ങളൊക്കെ വേർതിരിച്ചെടുക്കുന്ന ധാതുക്കളാണെന്ത് അസംസ്കൃത വസ്തുക്കൾ. ഈ ഒരു അസംസ്കൃത വസ്തുക്കൾ യന്ത്രങ്ങൾ ഉപയോഗിച്ച് പ്രാദേശികവും വിദൂരവുമായ വിപണികളിൽ വിൽക്കാൻ ഉയർന്ന മൂല്യമുള്ള ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണെന്ത് ഉൽപാദന വ്യവസായം എന്ന് പറഞ്ഞാൽ കേട്ടോ. ഇനി ഉൽപാദന വ്യവസായങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? കാർഷികാധിഷ്ഠിത വ്യവസായം. അതിനുദാഹരണം ഏതാണ്? പഞ്ചസാര വ്യവസായമൊക്കെ കാർഷികാധിഷ്ഠിത വ്യവസായത്തിൽപ്പെടുന്ന കേട്ടോ. അതുപോലെ അടുത്തത് ധാതു അധിഷ്ഠിത വ്യവസായം. ധാതു അധിഷ്ഠിത വ്യവസായത്തിന് ഉദാഹരണം ഇരുമ്പുരുക്ക് വ്യവസായമൊക്കെ ധാതു അധിഷ്ഠിത വ്യവസായമാണ്. അതുപോലെ രാസാധിഷ്ഠിത വ്യവസായം, അതായത് പെട്രോളിയം വ്യവസായമൊക്കെ രാസാധിഷ്ഠിത വ്യവസായമാണ്. ഇനി വനാധിഷ്ഠിത വ്യവസായം എന്ന് പറഞ്ഞാൽ പേപ്പർ വ്യവസായമൊക്കെ വനാധിഷ്ഠിത വ്യവസായമാണ്. പിന്നെന്താണ്? മൃഗാധിഷ്ഠിത വ്യവസായം, ഉദാഹരണം തുകൽ വ്യവസായമൊക്കെ മൃഗാധിഷ്ഠിത വ്യവസായം കേട്ടോ. അപ്പോൾ കാർഷികാധിഷ്ഠിത വ്യവസായം നോക്കുകയാണെങ്കിൽ അവിടെ അസംസ്കൃത വസ്തുവായിട്ട് വരുന്നത് കാർഷിക ഉൽപ്പന്നമായിട്ടുള്ള ഷുഗർ കെയിൻ ആണ് അല്ലേ. അതുപോലെ അടുത്തത് ധാതു അധിഷ്ഠിത വ്യവസായത്തിൽ അസംസ്കൃത വസ്തുവായിട്ട് വരുന്നത് ഇരുമ്പാണല്ലേ, ഇരുമ്പുരുക്ക് വ്യവസായത്തിൽ. അതുപോലെ തന്നെ രാസാധിഷ്ഠിത വ്യവസായം എന്ന് പറഞ്ഞാൽ പെട്രോളിയം വ്യവസായമാണ്. പെട്രോളിയം നമ്മുടെ ഖനനം ചെയ്തെടുക്കുകയാണ് അല്ലേ. അതുപോലെ അടുത്തത് വനാധിഷ്ഠിത വ്യവസായത്തിലെ അസംസ്കൃത വസ്തു മരമാണ് അല്ലേ. അപ്പോൾ പേപ്പർ വ്യവസായത്തിന് അസംസ്കൃത വസ്തുവായിട്ട് എടുക്കുന്നത് മരമാണ്. അതുപോലെ മൃഗാധിഷ്ഠിത വ്യവസായത്തിൽ തുകൽ എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുള്ളത് തുകൽ വ്യവസായമാണ്. അതായത് പക്ഷികളുടെ തൂവലൊക്കെയാണ് ഈ ഒരു തുകൽ വ്യവസായത്തിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോന്നിനെയും അസംസ്കൃത വസ്തുക്കൾ അടിസ്ഥാനമാക്കിയിട്ടാട്ടോ ഓരോ വ്യവസായങ്ങളെയും തരംതിരിച്ചിട്ടുള്ളത്. അപ്പോൾ വിവിധ സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്യപ്പെട്ടിട്ടുള്ള പ്രധാന ഉൽപാദന വ്യവസായങ്ങളുടെ ഭൂപടമാണ് ഇനി ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മാപ്പിൽ ഉൽപാദന വ്യവസായങ്ങളും അതുപോലെ ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് ഈ ഒരു വ്യവസായം കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്നാണ് കേട്ടോ ഈ ഒരു മാപ്പിൽ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ സൂചികയിൽ ഇലക്ട്രോണിക് വ്യവസായം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇരുമ്പുരുക്ക് വ്യവസായം, അതുപോലെ പെട്രോളിയം രാസ വ്യവസായം, അതുപോലെ പട്ടുതുണി വ്യവസായം ഉണ്ട്. അതുപോലെ പരുത്തിത്തുണി വ്യവസായം ഉണ്ട്. ഇതൊക്കെ ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് നോക്കാം.
ആദ്യം തന്നെ ഇലക്ട്രോണിക് വ്യവസായമാണ് അല്ലേ. ഇലക്ട്രോണിക് വ്യവസായത്തിൻ്റെ സൂചികയിൽ എന്താണ് കൊടുത്തിട്ടുള്ളത്? ഒരു ട്രയാങ്കിൾ ആണ് അല്ലേ, അതായത് ഒരു ബ്ലാക്ക് കളറിലുള്ള ട്രയാങ്കിൾ ആണ് കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് നോക്കാം ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണെന്ന്. ഇവിടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ നോക്കുകയാണെങ്കിൽ എവിടെയൊക്കെ ഉണ്ട്? പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, പിന്നെ എവിടെയാണ്? ബീഹാറിൽ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. അതുപോലെ അസം ഉണ്ട്, നാഗാലാൻഡ്, പിന്നെ എന്താണ്? ഗുജറാത്തിലും ഉണ്ട് അല്ലേ. ഇനി ഇവിടെ മഹാരാഷ്ട്രയിലുണ്ട് അല്ലേ, മഹാരാഷ്ട്രയിലുണ്ട്. അതുപോലെ പിന്നെ തെലുങ്കാന, പിന്നെ കർണാടക, അതുപോലെ എന്താണ്? കേരളത്തിലും ഉണ്ട് അല്ലേ ഈ ഇലക്ട്രോണിക് വ്യവസായം. അടുത്തത് ഇരുമ്പുരുക്കി വ്യവസായം. ഇരുമ്പുരുക്കി വ്യവസായം നമുക്ക് തമിഴ്നാട്ടിൽ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ എവിടെയാണുള്ളത്? പിന്നെ കർണാടകയിലുണ്ട്, പിന്നെ അതുപോലെ പിന്നെന്താണ്? ആന്ധ്രാപ്രദേശിൽ കാണാൻ പറ്റും. അതുപോലെ കൂടുതലായിട്ട് ഒഡീഷ ഭാഗത്തിലെ ഒഡീഷ സംസ്ഥാനത്തിൽ കൂടുതലായിട്ട് കാണുന്നുണ്ട്. പിന്നെന്താണ്? പിന്നെ എവിടെയാണ്? മഹാരാഷ്ട്രയിലുണ്ട് അല്ലേ. പിന്നെ നമുക്ക് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് പോവുകയാണെങ്കിലോ എവിടെയൊക്കെയാണ് ഉള്ളത്? ഛത്തീസ്ഗഡിലുണ്ട്, അതുപോലെ പിന്നെന്താണ്? പശ്ചിമ ബംഗാളിലൊക്കെ കാണാൻ പറ്റും അല്ലേ. അടുത്തത് എന്താണ്? പെട്രോളിയം രാസ വ്യവസായമാണ്. അതിൻ്റെ സിമ്പിളായിട്ട് എന്താണ് കൊടുത്തിട്ടുള്ളത്? ഒരു റെഡ് ട്രയാങ്കിൾ ആണ് അല്ലേ കൊടുത്തിട്ടുള്ളത്. എവിടൊക്കെയാണ് ഈ പെട്രോളിയം രാസ വ്യവസായം ഉള്ളത് നോക്കാം. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ആസാം, അതുപോലെ തമിഴ്നാട്ടിലുമാണ് എന്ത് ഏറ്റവും കൂടുതൽ എന്താണ് പെട്രോളിയം രാസ വ്യവസായം ഉള്ളത്. അടുത്തത് പട്ടുതുണി വ്യവസായമാണ്. പട്ടുതുണി വ്യവസായം എവിടെയൊക്കെയാണ് നോക്കാം. തമിഴ്നാട്ടിലുണ്ട്, അതുപോലെ എന്താണ്? ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ്, പിന്നെന്താണ്? പഞ്ചാബ്, ഗുജറാത്ത് എന്നിവിടങ്ങളിലൊക്കെയാണ് എന്ത് പട്ടുതുണി വ്യവസായം. അതുപോലെ പരുത്തിത്തുണി വ്യവസായമോ പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, അതുപോലെ രാജസ്ഥാൻ, മധ്യപ്രദേശ്, പിന്നെ ഇവിടെയാണ് ഗുജറാത്തിലുണ്ട്, ബീഹാർ, അതുപോലെ കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് ഇത്രയും സ്ഥലങ്ങളിലാണ് പട്ടുതുണി വ്യവസായം ഉള്ളത് കേട്ടോ. നമ്മൾ പരിചയപ്പെട്ട ധാതു അധിഷ്ഠിത വ്യവസായങ്ങളിൽ പ്രധാനപ്പെട്ട ഇരുമ്പുരുക്കി വ്യവസായം വ്യാവസായിക വികസനത്തിന് അടിത്തറയാണ്. ഇതര വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളും ഉൽപ്പന്നങ്ങളും പ്രദാനം ചെയ്യുന്ന വ്യവസായമായതിനാൽ ഇരുമ്പുരുക്കി വ്യവസായത്തെ അടിസ്ഥാന വ്യവസായം എന്ന് വിളിക്കുന്നു. അതുപോലെ ഇരുമ്പുരുക്ക് വ്യവസായം ഘനവ്യവസായം എന്ന പേരിലും അറിയപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും അധികം ഇരുമ്പുരുക്ക് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ അല്ലേ. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? നമ്മളിപ്പോൾ ഒരുപാട് ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾ പറഞ്ഞില്ലേ, ഇതിൽ പ്രധാനപ്പെട്ടത് ഏതാണ്? ഇരുമ്പുരുക്ക് വ്യവസായമാണല്ലേ. അത് നമ്മുടെ വ്യാവസായിക വികസനത്തിൻ്റെ അടിത്തറയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏത് വ്യവസായമാണ്? ഇരുമ്പുരുക്ക് വ്യവസായം കേട്ടോ നമ്മുടെ ഇന്ത്യയിലെ വ്യാവസായിക വികസനത്തിൻ്റെ അടിത്തറയായിട്ടുള്ളത്. ഇതര വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളും ഉൽപ്പന്നങ്ങളൊക്കെ പ്രദാനം ചെയ്യുന്ന വ്യവസായമാണ് ഈ ഇരുമ്പുരുക്ക് വ്യവസായം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെന്താ അടിസ്ഥാന വ്യവസായം എന്ന് വിളിക്കുന്നു. പിന്നെന്താണ്? അതുപോലെ തന്നെ ഘനവ്യവസായം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ അടിസ്ഥാന വ്യവസായം, ഘനവ്യവസായം എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? ഇരുമ്പുരുക്ക് വ്യവസായമാണ് കേട്ടോ. ലോകത്തിൽ ഏറ്റവും അധികം ഇരുമ്പുരുക്ക് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. ഇനി ഘനവ്യവസായം, വ്യവസായശാലകളിൽ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കളുടെ ഭീമമായ അളവും അതിൽ നിന്നുണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾക്ക് വലിപ്പവും ഭാരവും കൂടുതലുള്ളതിനാലും ഇരുമ്പുരുക്ക് വ്യവസായങ്ങളെ ഘനവ്യവസായം എന്ന് വിളിക്കുന്നു. എന്തുകൊണ്ടാണ് ഘനവ്യവസായം എന്ന് വിളിക്കുന്നത്? വ്യവസായശാലകളിൽ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കളുടെ ഭീമമായ അളവും അത്രയും കൂടുതൽ അളവിൽ അസംസ്കൃത വസ്തു പിന്നെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതിൽ നിന്നുണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾക്ക് വലിപ്പവും ഭാരവും കൂടുതലുള്ളതിനാലും എന്താണ് ഇരുമ്പുരുക്ക് വ്യവസായങ്ങളെ ഘനവ്യവസായം അല്ലെങ്കിൽ ഹെവി ഇൻഡസ്ട്രി എന്ന് വിളിക്കുന്നു. ഇനി ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് വ്യവസായം പ്രകൃതി വിഭവത്തിൻ്റെയും മനുഷ്യ വിഭവത്തിൻ്റെയും ലഭ്യത ഇന്ത്യയിലെ വ്യാവസായിക മേഖലയുടെ വളർച്ചയിൽ നിർണായക പങ്കുവഹിക്കും. ഓരോ രാജ്യത്തിൻ്റെയും വ്യാവസായിക വളർച്ചയുടെ വ്യാപ്തി നിർണ്ണയിക്കുന്നത് ഇരുമ്പുരുക്ക് ഉപഭോഗത്തിൻ്റെ അടിസ്ഥാനത്തിലാകണം. ഇരുമ്പുരുക്ക് വ്യവസായം ഇതര വ്യവസായ മേഖലയെയും സേവന മേഖലയെയും പിന്തുണയ്ക്കുകയും രാജ്യത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. കൂടാതെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലൂടെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നു. ഇത്തരത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയിൽ ഇരുമ്പുരുക്ക് വ്യവസായം പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ഓരോ രാജ്യത്തിൻ്റെയും വ്യാവസായിക വളർച്ചയുടെ വ്യാപ്തി നിർണ്ണയിക്കുന്നത് എന്താണ്? ആ ഒരു രാജ്യത്തെ ഇരുമ്പുരുക്ക് ഉപഭോഗത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേട്ടോ. അതായത് ഇരുമ്പുരുക്ക് വ്യവസായം ഇതര വ്യവസായ മേഖലയെയും സേവന മേഖലയെയും പിന്തുണയ്ക്കുകയും രാജ്യത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ എന്താണ് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലൂടെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നു. ഇത്തരത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയിൽ ഇരുമ്പുരുക്ക് വ്യവസായം പ്രധാന പങ്കുവഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അടിസ്ഥാന വ്യവസായം എന്ന് ഇരുമ്പുരുക്ക് വ്യവസായത്തെ വിളിക്കുന്നത്.
ഇനി ഇവിടെ ഒരു മാപ്പാണ് തന്നിട്ടുള്ളത്. എന്തിൻ്റെതാണ്? പ്രധാന ഇരുമ്പുരുക്ക് വ്യവസായങ്ങൾ എവിടെയൊക്കെയാണെന്ന് കേട്ടോ ഇന്ത്യയിൽ. എവിടെയൊക്കെയാണെന്ന് നോക്കാം. ബേൺപൂർ, ദുർഗാപൂർ, ബൊക്കാറോ, ജംഷഡ്പൂർ, റായ്ഗഡ്, ബിലായ്, അതുപോലെ ചന്ദ്രപൂർ, റൂർക്കേല, അതുപോലെ എന്താണ് കെന്ദു, ധാർഗഡ്, പിന്നെ പാരാദ്വീപിലുണ്ട്, അതുപോലെ വിശാഖപട്ടണത്തിലുണ്ട്, പിന്നെ ബെല്ലാരി, സേലം. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ കേട്ടോ ഇന്ത്യയിലെ. ഇനി ഇവിടെ ഒരു ടേബിൾ ഫില്ല് ചെയ്യാൻ തന്നിട്ടുണ്ട്. ഓരോ സംസ്ഥാനം ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് ഈ ഒരു ഇരുമ്പുരുക്ക് വ്യവസായശാലകളൊക്കെ നോക്കാം. ഒഡീഷയിൽ ഏതൊക്കെയാണ്? റൂർക്കേല, പാരാദ്വീപ്, കെന്ദു, ധാർഗഡ്. ഇത് ഒഡീഷയിലാട്ടോ ഈ ഒരു പിന്നെ ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ. ഇനി അടുത്തത് ഏതാണ്? അടുത്തത് മഹാരാഷ്ട്രയിൽ സ്ഥിതി ചെയ്യുന്ന ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ചന്ദ്രപൂർ. അടുത്തത് ബിലായ്, റായ്ഗഡ് എന്നീ ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ ഛത്തീസ്ഗഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ഝാർഖണ്ഡിലാണ് ബൊക്കാറോയും ജംഷഡ്പൂരും. അതുപോലെ പശ്ചിമ ബംഗാളിലെ ബേൺപൂര്, ദുർഗാപൂര്. അതുപോലെ നമുക്ക് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് കാണാം. അതുപോലെ കർണാടകയിലെ ബെല്ലാരി എന്നുള്ള സ്ഥലത്തുണ്ട് അല്ലേ ഈ ഒരു പിന്നെ ഇരുമ്പുരുക്ക് വ്യവസായശാല. അതുപോലെ തമിഴ്നാട്ടിലെ സേലത്തും കാണാം അല്ലേ. ഇതൊക്കെയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ. ഇനി ഇവിടെ ഒഡീഷ സംസ്ഥാനത്തിൻ്റെ ഭൂപടം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 3 പിന്നെ വ്യവസായശാലകളാണല്ലേ, ഇരുമ്പുരുക്ക് വ്യവസായശാലകളാണ് ഒഡീഷ സംസ്ഥാനത്തിലുള്ളത് അല്ലേ. ഏതൊക്കെയാണ് ആയിരുന്നു? റൂർക്കേല, കെന്ദു, ധാർഗഡ്, അതുപോലെ പാരാദ്വീപ് അല്ലേ. അപ്പോൾ ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് വ്യവസായ സംസ്ഥാനമാണ് ഒഡീഷ. ഇന്ത്യയിലെ മറ്റുള്ള സംസ്ഥാനങ്ങളെക്കാൾ കൂടുതലായി ഒഡീഷയിൽ ഇരുമ്പുരുക്ക് വ്യവസായം വളരാനുള്ള കാരണങ്ങൾ താഴെ പറയുന്നവയാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഒഡീഷയുടെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം, ധാതു ലഭ്യത, ജലലഭ്യത എന്നിവ ഇരുമ്പുരുക്ക് വ്യവസായത്തിൻ്റെ വികസനത്തിന് കാരണമായി. പിന്നെന്താണ്? ഉയർന്ന നിലവാരമുള്ള ഇരുമ്പയിരു ശേഖരം കിയോഞ്ചർ, സുന്ദർഗഡ്, മയൂർഭഞ്ച് ജില്ലകളിലും അതുപോലെ കൽക്കരി, താൾച്ചർ മേഖലയിലും കാണപ്പെടുന്നു. അപ്പോൾ ഒഡീഷയുടെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനവും അതുപോലെ ധാതു ലഭ്യതയും ജലലഭ്യതയും ഒക്കെ ഇരുമ്പുരുക്ക് വ്യവസായത്തിൻ്റെ വികസനത്തിന് കാരണമായിട്ടുണ്ട്. പിന്നെന്താണ്? ഉയർന്ന നിലവാരമുള്ള ഇരുമ്പയിരു ശേഖരം എവിടെയൊക്കെയായിരുന്നു? കിയോഞ്ചർ, അതുപോലെ സുന്ദർഗഡ്, അതുപോലെ മയൂർഭഞ്ച് ജില്ലകളിൽ. അതുപോലെ കൽക്കരി എവിടെയാണ്? താൾച്ചർ മേഖലയിലുമാണ് കാണപ്പെടുന്നത്. ഇനി റൂർക്കേലയിലെയും അതുപോലെ കലിംഗ നഗറിലെയും വ്യവസായശാലകളെ ഇന്ത്യയുടെ പ്രധാന വിപണിയുമായി ബന്ധിപ്പിക്കുന്ന മികച്ച റെയിൽവേ ശൃംഖലയും റോഡ്, ഹൈവേകളും വ്യാവസായിക വികസനത്തിന് സഹായകരമായി. അപ്പോൾ ഉയർന്ന നിലവാരമുള്ള ഇരുമ്പയിര് ശേഖരം എവിടെയൊക്കെ ഉള്ളത്? കിയോഞ്ചർ, സുന്ദർഗഡ്, മയൂർഭഞ്ച് ജില്ലകളിലാണല്ലേ. കൽക്കരി എവിടെയാണ്? താൾച്ചർ മേഖലയിലാണ് കാണപ്പെടുന്നത്. ഇനി പിന്നെ പറഞ്ഞിട്ടുള്ളത്? റൂർക്കേലയിലെയും കലിംഗ നഗറിലെയും വ്യവസായശാലകളെ ഇന്ത്യയുടെ പ്രധാന വിപണിയുമായി ബന്ധിപ്പിക്കുന്ന മികച്ച റെയിൽവേ ശൃംഖലയും റോഡ്, ഹൈവേകളും വ്യാവസായിക വികസനത്തിന് സഹായകരമായി. കൂടാതെ ദൈർഘ്യമേറിയ തീരപ്രദേശവും തുറമുഖങ്ങളും ആഭ്യന്തര അന്തർദേശീയ വ്യാപാരത്തിന് അനുകൂല സാഹചര്യം തീർത്തതോടെ ഒഡീഷ ഇരുമ്പുരുക്ക് വ്യവസായത്തിൻ്റെ കേന്ദ്രമായി മാറി. അപ്പോൾ എങ്ങനെയാണ് ഈ ഒഡീഷ ഇരുമ്പുരുക്ക് വ്യവസായത്തിൻ്റെ കേന്ദ്രമായി തലസ്ഥാനമായിട്ട് മാറിയത് എന്നാണ് പറയുന്നത്. എങ്ങനെയൊക്കെയാണ്? ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞില്ലേ. ഒഡീഷയുടെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം, ധാതുലഭ്യത, ജലലഭ്യത എന്നിവ ഇരുമ്പുരുക്ക് വ്യവസായത്തിൻ്റെ വികസനത്തിന് കാരണമായിട്ടുണ്ട്. ഇവിടെ ഉയർന്ന നിലവാരമുള്ള ഇരുമ്പയിര് ശേഖരമുള്ള കിയോഞ്ചർ, സുന്ദർഗഡ്, മയൂർഭഞ്ച് ജില്ലകളും അതുപോലെ കൽക്കരി, താൾച്ചർ മേഖലയിലും കാണപ്പെടുന്നുണ്ട്. റൂർക്കേലയിലെയും കലിംഗ നഗറിലെയും വ്യവസായശാലകളെ ഇന്ത്യയുടെ പ്രധാന വിപണിയുമായി ബന്ധിപ്പിക്കുന്ന മികച്ച റെയിൽവേ ശൃംഖലയുണ്ട്. അതുപോലെ റോഡ്, ഹൈവേകളും വ്യാവസായിക വികസനത്തിന് സഹായകരമായി. കൂടാതെ ദൈർഘ്യമേറിയ തീരപ്രദേശവും തുറമുഖങ്ങളും ആഭ്യന്തര അന്തർദേശീയ വ്യാപാരത്തിന് അനുകൂല സാഹചര്യം തീർത്തതോടെയാണ് ഒഡീഷ ഇരുമ്പുരുക്ക് വ്യവസായത്തിൻ്റെ കേന്ദ്രമായി മാറിയത്. ഇനി അടുത്തത് ഉൽപാദന വ്യവസായങ്ങളുടെ വിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് ഉൽപാദന വ്യവസായങ്ങളുടെ വിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ? ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങളും ഭൂമിശാസ്ത്രപരമല്ലാത്ത ഘടകങ്ങളും ഉൽപാദന വ്യവസായങ്ങളുടെ വിതരണത്തെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങളും അതുപോലെ ഭൂമിശാസ്ത്രപരമല്ലാത്ത ഘടകങ്ങളും ഉൽപാദന വ്യവസായങ്ങളുടെ വിതരണത്തെ സ്വാധീനിക്കുന്നുണ്ട്. ഇനി ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങൾ ഏതൊക്കെ? ഭൂഘടന, കാലാവസ്ഥ, ജലം, ഊർജം, അസംസ്കൃത വസ്തുക്കൾ.
അപ്പോൾ എന്തൊക്കെയാണ് ഭൂഘടന, അതുപോലെ എന്താണ് കാലാവസ്ഥ, ജലം, ഊർജം, അതുപോലെ അസംസ്കൃത വസ്തുക്കൾ, അവിടെ നിന്ന് ലഭിക്കുന്ന ധാതുക്കളാട്ടോ ഉദ്ദേശിക്കുന്നത്, അസംസ്കൃത വസ്തുക്കൾ. ഇത്രയൊക്കെയാണ് ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങൾ കേട്ടോ. ഇനി ഭൂമിശാസ്ത്രപരമല്ലാത്ത ഘടകങ്ങൾ മൂലധനം, സംഘാടനം, വിപണി, ഗവൺമെൻറ് നയങ്ങൾ, ഗതാഗതം, തൊഴിലാളികളുടെ ലഭ്യത. അതൊക്കെ ഭൂമിശാസ്ത്രപരമല്ലാത്ത മറ്റു ഘടകങ്ങളാണ് കേട്ടോ. മൂലധനം, സംഘാടനം, വിപണി, ഗവൺമെൻറ് നയങ്ങൾ, ഗതാഗതം, തൊഴിലാളികളുടെ ലഭ്യത. അപ്പോൾ ഈ ഉൽപ്പാദന വ്യവസായങ്ങളുടെ വിതരണത്തെ സ്വാധീനിക്കുന്നത് ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങളും ഉണ്ട്, അതുപോലെ ഭൂമിശാസ്ത്രപരമല്ലാത്ത ഘടകങ്ങളും ഉണ്ട് അല്ലേ. ഇനി ഇവിടെ എന്താണ് ടാറ്റ അയൺ സ്റ്റീൽ പ്ലാന്റിൻ്റെ പിന്നെ ഒരു രേഖാചിത്രം കൊടുത്തിട്ടുണ്ട്. ചിത്രത്തിൽ നിന്നും ടാറ്റ പിന്നെ ഇരുമ്പുരുക്ക് ശാലയെ സ്വാധീനിച്ച ഘടകങ്ങൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ടാറ്റ അയൺ സ്റ്റീൽ പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് കേട്ടോ. അതിൻ്റെ സമീപത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന പിന്നെ നദികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെയാണ്? ദാമോദർ നദിയുണ്ട്, അതുപോലെ സുവർണരേഖാ നദി, കോയൽ നദി, ഗർക്കായ് നദി. പിന്നെന്താണ് കൊൽക്കത്ത തുറമുഖം ഇതിൻ്റെ സമീപത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ താരിയ കൽക്കരിപ്പാടുണ്ട്. പിന്നെന്താണ് ഒരുപാട് ധാതുക്കളുണ്ട് അല്ലേ, മാംഗനീസ്, ടിസ്കോ, ചുണ്ണാമ്പുകല്ല്. അതിൻ്റെ സമീപത്തു കൂടി നമുക്ക് എന്താണ് റെയിൽവേ ശൃംഖലയും കാണാൻ പറ്റൂലേ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് സ്വാധീനിച്ച ഘടകങ്ങൾ നമുക്കിവിടെ എഴുതാൻ പറ്റുക? ജലലഭ്യത, നദീ സാമീപ്യം ഉണ്ട് അല്ലേ, അതുപോലെ തുറമുഖ സാമീപ്യം കൊൽക്കത്ത ഉണ്ട്, അതുപോലെ വിപണി കൊൽക്കത്തയും മുംബൈയും ഒക്കെ പിന്നെ വിപണി സാധ്യത ഉണ്ട്. പിന്നെന്താണുള്ളത്? മാംഗനീസ്, ചുണ്ണാമ്പുകല്ല്, കൽക്കരി തുടങ്ങിയ ധാതു വിഭവങ്ങൾ ഇവിടെ ലഭ്യത ഉണ്ട് അല്ലേ. അതുപോലെ പിന്നെ നമുക്ക് എന്താണ് ഊർജ്ജ ലഭ്യതയുണ്ട്. അതുപോലെ ഇത്രയും നദികളുടെ സമീപത്ത് അതുകൊണ്ട് തന്നെ എന്താണ് കാലാവസ്ഥയും സ്വാധീനിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത്രയാണ് ടാറ്റ ഇരുമ്പുരുക്ക് ശാലയെ സ്വാധീനിച്ച ഘടകങ്ങൾ കേട്ടോ. അടുത്തതാണ് മലിനീകരണം. വായു, ജലം, മണ്ണ് എന്നിവയുടെ ഭൗതികമോ രാസപരമോ ജൈവികമോ ആയ സ്വഭാവ സവിശേഷതകളിലെ അനഭിലഷണീയമായ മാറ്റമാണ് മലിനീകരണം. മനുഷ്യൻ്റെ അശാസ്ത്രീയമായ ഇടപെടലുകൾ മലിനീകരണത്തിന് കാരണമാകുന്നു. ഇത് ഭൂമിയുടെ സുസ്ഥിരതയ്ക്ക് ഭീഷണിയായി തീരുകയും പരിസ്ഥിതിയുടെ പുനരുജ്ജീവന ശേഷിയെ ബാധിക്കുകയും ചെയ്യുന്നു. ഇനി വിവിധ തരം മലിനീകരണങ്ങൾ എന്ന് കൊടുത്തിട്ടുണ്ട്. വായു മലിനീകരണം. വ്യവസായശാലകളിൽ നിന്നും പുറന്തള്ളുന്ന പുകയിൽ അടങ്ങിയിരിക്കുന്ന വിഷവാതകങ്ങളായ സൾഫർ ഡൈ ഓക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, മീഥെയ്ൻ എന്നിവ അന്തരീക്ഷത്തെ മലിനമാക്കുന്നു. ഇത് പ്രകൃതിക്കും മനുഷ്യാരോഗ്യത്തിനും ഗുരുതരമായ ഭീഷണി സൃഷ്ടിക്കുന്നു. അപ്പോൾ ഏതൊക്കെയാണ് വിഷവാതകങ്ങൾ? സൾഫർ ഡൈ ഓക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, മീഥെയ്ൻ എന്നിവ എന്താണ് അന്തരീക്ഷത്തെ മലിനമാക്കുന്നുണ്ട്. ഇത് പ്രകൃതിക്കും മനുഷ്യാരോഗ്യത്തിനും ഗുരുതരമായ ഭീഷണിയും സൃഷ്ടിക്കുന്നു. ഇനി ജലമലിനീകരണം. വ്യവസായശാലകളിൽ നിന്നും പുറന്തള്ളുന്ന മലിനജലം, രാസവ്യവസായശാലകളിൽ നിന്നും പുറന്നുള്ള വിഷാംശങ്ങൾ തുടങ്ങിയവ നദികളെയും തടാകങ്ങളെയും മറ്റ് ജലസ്രോതസ്സുകളെയും മലിനമാക്കുന്നു. ഇത് ജലജീവികളെയും മനുഷ്യരെയും ഹാനികരമായി ബാധിക്കുന്നു. അടുത്തത് മണ്ണ് മലിനീകരണമാണ്. വ്യവസായശാലകളിൽ നിന്നും പുറന്തള്ളുന്ന മാലിന്യങ്ങൾ, വേസ്റ്റ് തുടങ്ങിയവ മണ്ണിൻ്റെ സ്വാഭാവിക ഘടനയിൽ മാറ്റം വരുത്തുന്നു. ഇത് കാർഷിക മേഖലയെയും പരിസ്ഥിതിയെയും ദോഷകരമായി ബാധിക്കുന്നു. അപ്പോൾ മണ്ണ് മലിനീകരണം എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ്? മാലിന്യങ്ങളും, അതായത് എന്താണ് പ്ലാസ്റ്റിക്കുകളും, വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഇലക്ട്രോണിക് വേസ്റ്റുകളിലെ തുടങ്ങിയവ എന്താണ് മണ്ണിൻ്റെ സ്വാഭാവിക ഘടനയിൽ മാറ്റം വരുത്തുന്നു. ഇത് കാർഷിക മേഖലയെയും പരിസ്ഥിതിയെയും ദോഷകരമായി ബാധിക്കുന്നു. അടുത്തതാണ് ശബ്ദ മലിനീകരണം. വ്യവസായശാലകളിൽ നിന്നും പുറത്തു വരുന്ന അമിതമായ ശബ്ദം പരിസര പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. അപ്പോൾ ഇനി അടുത്തതാണ് വിഭവ ശോഷണം. ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി വ്യവസായശാലകളിലെ വിഭവങ്ങളുടെ അശാസ്ത്രീയമായ ഉപയോഗം വിഭവ ശോഷണത്തിനും പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു. അതായത് വനനശീകരണം, മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത നഷ്ടപ്പെടൽ, ജലസ്രോതസ്സുകളുടെയും ധാതുസ്രോതസ്സുകളുടെയും ശോഷണം തുടങ്ങിയവ ഇതിനുദാഹരണങ്ങളാണ്. അപ്പം എന്താണ് ഉൽപാദനം ഒരുപാട് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി എന്താണ് വ്യവസായശാലകളിൽ വിഭവങ്ങളുടെ അശാസ്ത്രീയമായ ഉപയോഗം ഉണ്ടാവുന്നുണ്ട്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇപ്പോൾ പേപ്പർ നിർമ്മാണമൊക്കെ ആണെങ്കിൽ എന്താണ് ഒരുപാട് വനനശീകരണം വരുന്നുണ്ട് അല്ലേ. ഒരുപാട് മരങ്ങളൊക്കെ മുറിച്ച് മാറ്റപ്പെടുന്നുണ്ട്. അതുമൂലം എന്താണ് നശീകരണം സംഭവിക്കുന്നുണ്ട്. പിന്നെന്താണ് മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത നഷ്ടപ്പെടുന്നുണ്ട്. അതായത് എന്താണ് കാർഷിക വ്യവസായത്തിൽ വിളകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് വിളഫലങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി
ഒരുപാട് രാസവളങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ എന്താണ് മണ്ണിൻ്റെ ഫലഭൂഷ്ഠത നഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ എന്താണ് ജലസ്രോതസ്സുകളുടെയും ധാതു സ്രോതസ്സുകളുടെയും ശോഷണം തുടങ്ങിയവ എന്താണ് ഇതിന് ഉദാഹരണങ്ങളാണ്. അടുത്തത് എന്താണ് പ്രാദേശിക അസമത്വം. പ്രകൃതി വിഭവങ്ങളുടെ അസന്തുലിതമായ വിതരണം, അടിസ്ഥാന സൗകര്യങ്ങളിലെ അപര്യാപ്തത എന്നിവ വ്യാവസായിക വികസനം ചില പ്രദേശങ്ങളിൽ മാത്രം കേന്ദ്രീകരിക്കുന്നതിന് കാരണമാകുന്നു. ഇത്തരം പ്രദേശങ്ങളിൽ ജനങ്ങളുടെ വരുമാനത്തിലും ജീവിത നിലവാരത്തിലും വ്യത്യാസങ്ങൾ കാണപ്പെടുന്നു. വ്യാവസായികമായി പിന്നാക്കം നിൽക്കുന്ന പ്രദേശങ്ങളിൽ ഇത് പ്രാദേശിക അസമത്വത്തിന് കാരണമാകുന്നു. അപ്പം എന്താണ് പ്രകൃതി വിഭവങ്ങൾ എന്താണ് പിന്നെ നമ്മൾ നേരത്തെ കണ്ടില്ലേ, ഓരോ സംസ്ഥാനത്തും എന്താണ് വ്യത്യസ്ത പ്രകൃതി അതായത് ധാതുക്കളാണല്ലേ ഉള്ളത് മണ്ണിൽ. അപ്പോൾ പ്രകൃതി വിഭവങ്ങൾ അസന്തുലിതമായിട്ടാണ് ഓരോ പ്രദേശത്തും വിതരണം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങളിലെ അപര്യാപ്തത എന്താണ്, അപ്പോൾ ഈ ഒരു അസന്തുലിതമായ വിതരണവും അതുപോലെ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഉള്ള അപര്യാപ്തത എന്നിവയൊക്കെ എന്താണ് വ്യാവസായിക വികസനം ചില പ്രദേശങ്ങളിൽ മാത്രം കേന്ദ്രീകരിക്കുന്നതിന് കാരണമാകുന്നുണ്ട്. ഇത്തരം പ്രദേശങ്ങളിലെ ജനങ്ങളുടെ വരുമാനത്തിലും ജീവിത നിലവാരത്തിലൊക്കെ അതിനനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ കാണപ്പെടും. പിന്നെ വ്യാവസായികമായി പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളിൽ അതായത് വികസനങ്ങളൊക്കെ കുറഞ്ഞ പ്രദേശങ്ങളിൽ പ്രാദേശിക അസമത്വത്തിന് ഇത് കാരണമാകുന്നുണ്ട്. ഇനി കുടിയേറ്റം. ജനങ്ങൾ ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് സ്ഥിരമായോ താൽക്കാലികമായോ മാറി താമസിക്കുന്നതാണ് ഇത് കുടിയേറ്റം എന്ന് പറഞ്ഞാൽ കേട്ടോ. ഇപ്പൊ വികസനം കുറഞ്ഞ പ്രദേശങ്ങളിൽ നിന്ന് വികസിതമായ വ്യാവസായിക പ്രദേശത്തേക്ക് ജനങ്ങൾ തൊഴിലിനും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾക്കും വേണ്ടി കുടിയേറ്റം നടത്തുന്നു. ഇതിന്റെ ഫലമായി കുടിയേറ്റം നടന്ന പ്രദേശത്ത് ജനസാന്ദ്രത വർദ്ധിക്കുന്നു. അപ്പം ജനങ്ങൾ ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് സ്ഥിരമായോ താൽക്കാലികമായോ മാറി താമസിക്കുന്നതാണ് എന്ത് കുടിയേറ്റം എന്ന് പറഞ്ഞാൽ. അപ്പം വികസനം കുറഞ്ഞ പ്രദേശങ്ങളിൽ നിന്ന് വികസിതമായ വ്യാവസായിക പ്രദേശത്തേക്ക് ജനങ്ങൾ തൊഴിലിനും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾക്കും വേണ്ടി കുടിയേറ്റം നടത്തുന്നു. അപ്പം ഇതിൻ്റെ ഫലമായിട്ട് എന്താണ് ഈ കുടിയേറ്റം നടന്ന പ്രദേശത്ത് ഒരുപാട് ആളുകൾ വർദ്ധിക്കൂലേ, അപ്പം ജനസാന്ദ്രത വർദ്ധിക്കുന്നു. അടുത്തത് നഗരവൽക്കരണമാണ്. ഗ്രാമങ്ങളിൽ നിന്നും നഗരങ്ങളിലേക്കുള്ള കുടിയേറ്റത്തിന്റെയും നഗരങ്ങളിലെ സ്വാഭാവിക ജനസംഖ്യാ വളർച്ചയുടെയും ഫലമായി നഗരവലിപ്പത്തിലും ജനസംഖ്യയിലും ഉണ്ടാകുന്ന വർധനവാണ് നഗരവൽക്കരണം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് നഗരവൽക്കരണം? നമ്മൾ നേരത്തെ പറഞ്ഞു കുടിയേറ്റത്തെ പറ്റില്ലേ. ഗ്രാമങ്ങളിൽ നിന്നും നഗരങ്ങളിലേക്കുള്ള കുടിയേറ്റത്തിനെയും നഗരങ്ങളിലെ സ്വാഭാവിക ജനസംഖ്യാ വളർച്ചയുടെയും ഫലമായിട്ട് നഗരത്തിന്റെ വലിപ്പത്തിലും ജനസംഖ്യയിലേക്ക് ഉണ്ടാകുന്ന വർധനവാണ് നഗരവൽക്കരണം എന്ന് പറഞ്ഞാൽ കേട്ടോ. ഇത് നഗരങ്ങളുടെ വിസ്തൃതിയും ജനസംഖ്യയും വൻതോതിൽ വർദ്ധിക്കുന്നതിനും സാമൂഹിക സാമ്പത്തിക പാരിസ്ഥിതിക മാറ്റങ്ങൾക്കും കാരണമാവുകയും ചെയ്യുന്നു. അപ്പൊ നഗരവൽക്കരണം എന്തിനൊക്കെ കാരണമാകുന്നുണ്ട്? നഗരങ്ങളുടെ വിസ്തൃതിയും ജനസംഖ്യയും വൻതോതിൽ വർദ്ധിക്കാൻ കാരണമാകുന്നുണ്ട്. അതുപോലെ സാമൂഹിക സാമ്പത്തിക പാരിസ്ഥിതിക മാറ്റങ്ങൾക്കും കാരണമാവുന്നുണ്ട് അല്ലേ. അപ്പോൾ വ്യവസായങ്ങൾ സൃഷ്ടിക്കുന്ന വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വിഭവ ശോഷണം എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. അപ്പോൾ വിഭവ ശോഷണത്തിന്റെ പ്രത്യാഘാതങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ശാസ്ത്രീയമായ വിഭവ വിനിയോഗത്തിലൂടെ വിഭവ സംരക്ഷണം സാധ്യമാക്കാം. എന്താണ് ഇനി വിഭവ സംരക്ഷണം എന്ന് പറഞ്ഞാൽ? വിഭവ സംരക്ഷണം വിവേകപൂർവമായ ഉപയോഗത്തിലൂടെ വിഭവങ്ങളുടെ അമിതമായ ചൂഷണം ഒഴിവാക്കി വിഭവ ലഭ്യത ഉറപ്പുവരുത്തുന്നതിനെയാണ് വിഭവ സംരക്ഷണം എന്ന് പറയുന്നത്. ഭാവി തലമുറക്കായി വിഭവങ്ങൾ സംരക്ഷിക്കുക, പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുക, പ്രകൃതിയിലും മനുഷ്യരിലും ഏൽപ്പിക്കുന്ന ആഘാതങ്ങൾ കുറയ്ക്കുക എന്നിവയാണ് വിഭവ സംരക്ഷണത്തിന്റെ ലക്ഷ്യങ്ങൾ. പ്രധാന വിഭവ സംരക്ഷണ മാർഗങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിഭവ സംരക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? വിവേകപൂർവമായ ഉപയോഗത്തിലൂടെ വിഭവങ്ങളുടെ അമിതമായ ചൂഷണം ഒഴിവാക്കി വിഭവ ലഭ്യത ഉറപ്പുവരുത്തുന്നതിനെയാണ് വിഭവ സംരക്ഷണം എന്ന് പറയുന്നത്. നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ അത് പഠിച്ചിട്ടുണ്ടല്ലേ, റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ. അപ്പോൾ ഏതൊക്കെയാണ് വിഭവ സംരക്ഷണ മാർഗങ്ങൾ നോക്കാം. വിഭവങ്ങളുടെ പുനരുപയോഗം, ഊർജ സംരക്ഷണം, ജലസംരക്ഷണം, വനസംരക്ഷണം, പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുക, പിന്നെന്താ രാസവളങ്ങളുടെ ഉപയോഗമൊക്കെ കുറയ്ക്കുക. ഇതൊക്കെ നമ്മുടെ വിഭവ സംരക്ഷണമായിട്ട് മാർഗങ്ങളാണ് കേട്ടോ. വിഭവ സംരക്ഷണ മാർഗങ്ങളിൽ പെടുന്നതാണ്. വിഭവ സംരക്ഷണം എന്ന ആശയം പ്രകൃതി വിഭവങ്ങളുടെ ശോഷണം തടയുന്നതിനും ഭാവി തലമുറയ്ക്ക് വിഭവങ്ങളുടെ ലഭ്യത ഉറപ്പാക്കുന്നതിനും വേണ്ടിയാണ്. നിലവിൽ വിഭവ സംരക്ഷണത്തിനായി ലോകരാജ്യങ്ങൾ പിന്തുടരുന്ന പ്രധാനപ്പെട്ട നയമാണ് സുസ്ഥിര വികസനം എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ നിലവിൽ ഇപ്പം വിഭവ സംരക്ഷണത്തിനായി ലോകരാജ്യങ്ങൾ പിന്തുടരുന്ന പ്രധാനപ്പെട്ട നയമാണെന്ത്? സുസ്ഥിര വികസനം. എന്താണ് സുസ്ഥിര വികസനം അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്?
ഭാവി തലമുറയ്ക്ക് തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ശേഷിക്ക് കോട്ടം തട്ടാത്ത വിധത്തിൽ നിലവിലെ ആവശ്യങ്ങൾ നിർവഹിക്കുന്ന രീതിയിലുള്ള വികസനമാണ് സുസ്ഥിര വികസനം. പരിസ്ഥിതിയുടെ ക്ഷേമവും ജനങ്ങളുടെ ജീവിത നിലവാരവും തമ്മിലുള്ള സന്തുലിതാവസ്ഥയിലൂടെ സാമ്പത്തിക വളർച്ച കൈവരിക്കാം. വിഭവങ്ങൾ പുനഃചക്രമണം ചെയ്യുക, അതുപോലെ ഉപയോഗം കുറയ്ക്കുക, പുനരുപയോഗിക്കുക എന്നിവയാണ് സുസ്ഥിര വികസനത്തിലേക്ക് എത്താനുള്ള ചില മാർഗങ്ങൾ. 2030 സുസ്ഥിര വികസനം നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ഐക്യരാഷ്ട്രസഭ 2015 മുന്നോട്ട് വെച്ച 17 ലക്ഷ്യങ്ങളുടെ സഞ്ചയമാണിത് സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഐക്യരാഷ്ട്രസഭ 2015 ഈ ഒരു 17 ലക്ഷ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എന്തിനാണ്? സുസ്ഥിര വികസനമാണ്. 2030 സുസ്ഥിര വികസനമാണ് ഇത് ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ സുസ്ഥിര വികസനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാവി തലമുറയ്ക്ക് തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ശേഷിക്ക് കോട്ടം തട്ടാത്ത വിധത്തിൽ നിലവിലെ ആവശ്യങ്ങൾ നിർവഹിക്കുന്ന രീതിയിലുള്ള വികസനമാണെന്ത്? സുസ്ഥിര വികസനം എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഉണ്ടായിരുന്നത്. ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കണേ. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ അതിനൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്